നടൻ സലിം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ ഓൺലൈൻ മീഡിയക്കാരോടൊക്കെ പൊട്ടിത്തെറിക്കുന്ന നിനക്കൊക്കെ എന്താണോ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന മകൻ ചന്തു സലിം കുമാറിന്റെ വിഷ്വൽസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ടോപ്പിക്കിലോട്ട് പോണേക്കാട്ടിലും മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അത്ര ലൈറ്റുള്ളൊരു സ്ഥലത്തല്ല ഇരിക്കുന്നത്, പക്ഷേ ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പം ഈ ഒരു വിഷ്വൽ കണ്ട സമയത്ത് ദൗർഭാഗ്യകരം എന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ആ സമയത്ത് തോന്നിയില്ല. ആൻഡ് ഒരു എക്സ് മാപ്ര എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യണം ഈ ഒരു അവസ്ഥയിലെന്ന് എനിക്ക് തോന്നി. അപ്പം ഈ മീഡിയയിലത്തെ ജോലി എന്നൊക്കെ പറയുമ്പം അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിൻ്റെയും സ്റ്റോറി, അതിപ്പം സെലിബ്രിറ്റി ആണെങ്കിലും മിനിസ്റ്റർ ആണെങ്കിലും ഒരു വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആ ആൾക്കാരുടെ ഒരു ലൈഫ് എന്ന് പറയണത് മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പെട്ടെന്ന് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു കഥ, അവർക്ക് റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു ഉപാധി, ഒപ്പം തന്നെ അവർക്ക് റവന്യൂ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം. ഇത്ര മാത്രമാണത്. അല്ലാണ്ട് വലിയ മനുഷ്യപ്പറ്റൊന്നുമില്ല. അതിപ്പോൾ ഒരാളുടെ ഭൗതിക ശരീരമാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഒരുമാതിരിപ്പെട്ട എൻ്റെ കാലഘട്ടത്തിലെ മീഡിയയിലെ ജീവിതത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് പണ്ടുള്ളതുപോലെ ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടായിരുന്ന പത്രങ്ങളുടെ എത്തിക്സ് ഒന്നും ഇന്നത്തെ കാലത്ത് ഒന്നിനുമില്ല. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. പ്രോഫിറ്റിൻ്റെ ബേസിൽ മാത്രം വർക്ക് ചെയ്യുന്ന കുറേ സംഗതികളാണ് മിക്കവാറും മീഡിയ ഒക്കെ. എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. അപ്പം ഇതുപോലെ തന്നെ ഞാനും ഒരു മീഡിയയിൽ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുറേ മനസ്സ് മടുപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ ആ കാലത്തിൽ ഒരു സെലിബ്രിറ്റി മരിച്ചു പോവുകയും അപ്പോൾ അവരുടെ പാർട്ട്ണർ അതിൻ്റെ നമുക്ക് ആലോചിച്ചാൽ മതി അല്ലേ, ആ ആളുടെ പാർട്ട്ണർ എന്തുമാത്രം വിഷമത്തിലായിരിക്കും പോകുന്നുണ്ടായിരിക്കും. അയാളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നത്തിൽ ഇങ്ങനെ നിന്ന് ഇനി എങ്ങോട്ട് എന്താ ചെയ്യേണ്ടത്, എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ ആലോചിച്ച് ആകെ ആ ഒരു സമയത്ത് അയാൾ വശക്കിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ നാട്ടിലിങ്ങനെ പോകാനായിട്ട് ലീവെല്ലാം അപ്ലൈ ചെയ്ത് ലീവൊക്കെ സാങ്ഷൻ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇത് കിട്ടിയത്. എന്തുകൊണ്ടിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മീഡിയയിൽ ലീവൊക്കെ കണക്കാം. നമ്മളിങ്ങനെ ആറ്റുനോറ്റൊരു ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും എക്സ്ക്ലൂസീവ് സംഭവങ്ങളൊക്കെ വരാം. അപ്പോൾ വീണ്ടും നമ്മൾ എല്ലാം തൂക്കി പിടിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടണം. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളിങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇവരുടെ ഈ ഒരു പാർട്ട്ണറുടെ ഇൻ്റർവ്യൂ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേരെ മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തു. അപ്പോൾ പ്രഷർ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇത്ര തന്നെയാണ്: നമ്മളാണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിരിക്കും, നമുക്കത് ഭയങ്കരമായിട്ടുള്ള റവന്യൂ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇതൊരു മൈലേജ് ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ കേട്ടപ്പോൾ നെഞ്ചത്ത് ഇങ്ങനെ ഒരു കത്തി ഇങ്ങനെ കുത്തി ഇറക്കുന്ന ഒരു ഫീലാണ് എനിക്കൊക്കെ തോന്നിയത്. കാരണം എനിക്ക് ഒക്കെ ആലോചിക്കാൻ വയ്യ, നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരാൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞാലത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ ഞാനാണ് ആ പാർട്ട്ണറെങ്കിൽ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നാലത്തെ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആ സമയത്ത് ചിന്തിക്കുക. അങ്ങനെ ഒടുക്കം അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലീവിനാണ് ഓൾറെഡി പോയി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിന് ഒഴിഞ്ഞു മാറണ ഒരു അവസ്ഥയൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായത്. പക്ഷെ ആ ഒരു യാത്രയിലാണ് ഈ പണി എനിക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാനും എത്തിയത്. അത് ഒരുപാട് കാലം ഇങ്ങനെ ചിന്തിച്ച് അവസാനം കൺഫേം ചെയ്യാനായിട്ടുള്ളൊരു കാരണമായിട്ട് മാറിയത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഇപ്പോൾ ചന്തു മാറി നിൽക്കാനൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരുമാതിരിപ്പെട്ട ഈ മീഡിയക്കാരുടെയൊക്കെ അവസ്ഥ, പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയക്കാരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരിൽ കുറേ പേര് നിസ്സഹായരായിരിക്കും. കാരണം ഈ വിഷ്വലും ബൈറ്റും കൊണ്ട് ചെന്നില്ലെങ്കിൽ അവരുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കുന്ന ഓർഗനൈസേഷൻസ് എന്നായിരിക്കും അവർ വന്നിട്ടുണ്ടായിരിക്കും. അവർ മനസാക്ഷി കുത്തോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കുക, ഒരുമാതിരിപ്പെട്ട ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ സ്വന്തം മീഡിയയും ചാനലൊക്കെ ആയിട്ട് മാക്സിമം വ്യൂസ് ഉണ്ടാക്കുക, അതിൻ്റെ ഉള്ളിലൊരു സാഡ് മ്യൂസിക് കുത്തിക്കയറ്റി ഷെയർ ഉണ്ടാക്കി അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും വലിയൊരു ശതമാനം ആൾക്കാരും. അപ്പം എന്താണെങ്കിലും ഈ ഒരു പ്രവൃത്തിക്ക് ആൾക്കാരനെ ഫോഴ്സ് ചെയ്യുന്ന ആളുകളുടെ കാര്യം ഭയങ്കര മോശമാണ്. അല്ലെങ്കിൽ കോമൺ സെൻസ്, മനുഷ്യപ്പറ്റെന്നൊക്കെ പറയുന്ന ഐറ്റംസ് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരവസ്ഥയിൽ കൂടെയാണ് ഇവരൊക്കെ കടന്നു പോകുന്നത്. മാത്രമല്ല ഇത് നമ്മൾ നിയമം മൂലമെങ്കിലുമൊക്കെ നിർത്തേണ്ടുന്നൊരു സംഗതിയാണ്. എന്തുകൊണ്ട് നിർത്തണം എന്ന് ചോദിച്ചാൽ, ഒരാളുടെ സ്വകാര്യതയിലേക്ക്, പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ വിയോഗത്തിൽ അവരുടെ ഭൗതിക ശരീരവും മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും ഉള്ളിലോട്ട് ക്യാമറയും കൊണ്ട് പോകുന്ന ആ സംഭവം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു അവരുടെ പ്രൈവസി, ആ വ്യക്തികളുടെ ജീവിതം, അവരുടെ വൾണറബിൾ സിറ്റുവേഷൻസിലോട്ടൊക്കെ ഉള്ളൊരു കടന്നുകയറ്റമാണ്. ഇതെങ്ങനെയെങ്കിലുമൊക്കെ നിരോധിച്ച തന്നെ തീരുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല അത്. മാത്രമല്ല മീഡിയ എന്നൊക്കെ പറയുന്ന സംഗതി എത്തിക്സ് ഇല്ലായ്മ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു ചെയ്ത്തൊക്കെ കാണുന്ന പിള്ളേർ, അതുപോലെ തന്നെ സമൂഹമൊക്കെ ഇത് നോർമലൈസ്ഡ് ആണെന്ന് ചിന്തിച്ച് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും അത് നമ്മുടെ സൊസൈറ്റിനെ കുറച്ചുകൂടെ കോൾഡ് ആക്കുകയും ചെയ്യും. സോ അത് പെട്ടെന്ന് തന്നെ നിരോധിക്കേണ്ടെന്നൊരാവശ്യമുണ്ട്. ഇതാണ് ഒരു കാര്യം.
ഇനി രണ്ടാമത്തെ കാര്യം എന്നൊക്കെ പറയണത്, അത് അതിനേക്കാട്ടിലും അക്രമമായിട്ടുള്ളൊരു സംഭവമാണ്. ഇവർക്ക് കോമൺ സെൻസ് ഇല്ലേ? അല്ലെങ്കിൽ ഇത്രയും അടിമക്കണ്ണുകളായിപ്പോയ മനുഷ്യരെന്നൊക്കെ തോന്നുന്ന ചില സാഹചര്യങ്ങളാണ്. ഇപ്പം നടൻ ശ്രീനിവാസൻ മരിച്ച സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസ്റ്റുകളും ഷെയറുകളും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മകനുള്ള ഭയങ്കരമായിട്ടുള്ള ചീത്ത വിളികളൊക്കെ ഞാൻ കേട്ടൊരു പോസ്റ്റ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ സ്തംഭിച്ചു പോയി അത് കണ്ടിട്ട്. വേറെ ഒന്നുമല്ല, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്നില്ല, സല്യൂട്ട് അടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ അണികൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇവർക്കൊക്കെ എന്താ കോമൺ സെൻസ് ഇല്ലേ? ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച വിഷമത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അയാൾ ഈ ഒരു മുഖ്യമന്ത്രി കാണാൻ വന്നെന്ന് പറഞ്ഞിട്ട് അയാൾ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കുക, കൈകൂപ്പുക എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ പറയുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണ്? ഇവരുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവരിതിനൊക്കെ ആയിരിക്കും മുൻതൂക്കം കൊടുക്കാൻ, എനിക്ക് അറിഞ്ഞൂടാ. സെയിം കാര്യം സലിംകുമാറിൻ്റെ വീട്ടിലും കണ്ടു. അതായത് വി ഡി സതീശൻ വന്ന സമയത്ത് ഏതാണ്ടൊരു അണി അദ്ദേഹത്തിന് അണിയിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ ഷാളുമായിട്ട് കയറി വരുന്നൊരു വിഷ്വലും അതിൻ്റെ സ്ക്രീൻഷോട്ടും വി ഡി സതീശൻ അത് തട്ടി മാറ്റുന്ന സീനും ഒക്കെ ഈ കുറേ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ എഗൈൻ ഞാൻ കണ്ടു. എഗൈൻ പറയാനുള്ളത്, ഇതെന്താണിത്? പാർട്ടി സമ്മേളനത്തിൻ്റെ സ്ഥലം വല്ലതുമായിരുന്നു. ഇവർക്കൊന്നും തലയ്ക്കകത്ത് എന്താണ് ഇവരുടെയൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഇവരൊക്കെയാണ് നാളെ എന്താ പറയുക, നമ്മളെ നയിക്കാനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവർ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി വ്യക്തികളെ കുറിച്ചിട്ടല്ല, ഈ പൊതുപ്രവർത്തകരായിട്ട് നമ്മുടെ ഇടയിലുള്ളതെന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നമായിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ അടുത്ത കാലത്ത് പല കേസുകളിലും വൈറലായിട്ടുള്ള ചില നടിമാരുടെ ചില വിഷ്വൽസൊക്കെ കണ്ടായിരുന്നു. മരണവീടാണെന്നുള്ളൊരു കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെയാണ് ചിരിച്ചും ആളുകളോട് ഹായ് പറഞ്ഞും അതിൻ്റെ ഇടയിൽ മാക്സിമം കോണ്ടാക്റ്റ് ഉണ്ടാക്കുക, മാക്സിമം ആൾക്കാരിലോട്ട് എത്തുക എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുന്ന ചില ആൾക്കാരെ കണ്ടു. ഇനിയും ചിലർ കോമൺ മെന്നിൻ്റെ കൂട്ടത്തിലുള്ള ഒട്ടും കോമൺ സെൻസ് ഇല്ലാത്ത ചില ആൾക്കാരാണ്. അപ്പം ഈ സലീം കുമാർ എന്നൊക്കെ പറയുന്നൊരു നടൻ്റെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സിനിമകളിൽ പെയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ദിലീപൊക്കെ. അപ്പോൾ ദിലീപിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ പല ഹിറ്റുകളും ഉണ്ടായിട്ടുള്ളതിൽ കൂടെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കോമ്പിനേഷനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സലീം കുമാർ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ദുഃഖം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അയാൾക്കൊരു ചിരി പോലും വരുന്നില്ല. ആ സമയത്താണ് ചില ആൾക്കാർ ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് സെൽഫികൾ എടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടത്. അപ്പം ഈ സെലിബ്രിറ്റി ആണെന്ന് കരുതിയിട്ട് ഒന്നാമത്തെ ഒരു കാര്യം, അവർ മനുഷ്യരാണെന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോയത്. സംഭവം ശരിയാണ്, അവർ സിനിമാ നടന്മാരും നടിമാരൊക്കെയാണ്. നമ്മൾ ചിലപ്പോൾ അവരുടെ ഫാൻസ് ആയിരിക്കും, അല്ലാണ്ടിരിക്കുമായിരിക്കും. പക്ഷെ അവർക്ക് മാനുഷിക പരിഗണന കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംഗതി, അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയിലോട്ട് അവരൊക്കെ വളരെ വൾണറബിളായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിലോട്ട് ഇടിച്ച് കേടാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നൊരു കോമൺ സെൻസ് മനുഷ്യർക്ക് സത്യം പറഞ്ഞാൽ വേണ്ട ആവശ്യമുണ്ട്. ഇതൊന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് വാല്യൂസും അതുപോലെ തന്നെ എന്ത് മൂല്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും ജനറേഷനൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പോകുന്നത്? ഇതൊക്കെയാണോ നിങ്ങൾ ഈ 100% ലിറ്ററസി ഉള്ള കേരളത്തിൽ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. മാത്രമല്ല, നാടിൻ്റെ ഒരു പോക്കും ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ കാണുമ്പം നാളെ ഇവിടെ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അതിൻ്റെ അടിയിൽ പോയിരിക്കേണ്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കോമൺ സെൻസ് ഇല്ലായ്മകളും മോശം പ്രവൃത്തികളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ വേറൊരു സൈഡിൽ നാട്ടിൽ അക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചിയിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ചില പെൺകുട്ടികളെ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാർ കൂടിയിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ളൊരു വാർത്ത. അതുപോലെ തന്നെ വെടിവെച്ചാൻ കോവിലിനടുത്ത് ഒരു കൊച്ചുകുട്ടീൻ്റെ ആക്രമിച്ച വാർത്ത. കൊച്ചുകുട്ടി ഇൻ ദ സെൻസ് സ്കൂൾ കോളേജിൽ പഠിക്കാനൊക്കെ ആവുന്ന അല്ലെങ്കിൽ +2 പ്രായമൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് സംഭവിച്ച ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നുള്ള ആൾക്കാർ അപ്പുറത്തുള്ള നാട്ടിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കേരളത്തിൽ നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇതൊക്കെ. അപ്പം മൊത്തത്തിൽ ഈ ഒരു സിറ്റുവേഷനുകൾക്ക് മാറ്റമുണ്ടായേ തീരൂ. അപ്പം അതിൽ തന്നെ ഈ ഒരു ക്യാമറയും തൂക്കിയ ഒരാളുടെ സ്വകാര്യതയിലോട്ട്, ഒരു വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകളിലോട്ട്, അയാളുടെ ഭൗതിക ശരീരത്തിനെ പോലും റെസ്പെക്റ്റ് ചെയ്യാൻ നടക്കുന്ന ഈ കാര്യങ്ങളെയൊക്കെ നിയമം മൂലമെങ്കിലും സത്യം പറഞ്ഞാൽ നിരോധിക്കേണ്ട ഒരു അവസ്ഥ അതിക്രമിച്ചു കഴിഞ്ഞു. ഇത് കൂടുതലായിട്ട് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തികൾ നോർമലൈസ് ചെയ്യപ്പെടും. നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര കോൾഡ് മൈൻഡഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ നിർത്തലാക്കേണ്ടിയിരിക്കുന്നു. കോമൺ സെൻസ് എന്നുള്ളൊരു സാധനമായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. ഇനി ഒരിക്കലും ഒരു സെലിബ്രിറ്റിയുടെ എന്നല്ല, ഒരു സാധാരണക്കാരൻ്റെ ആണെങ്കിൽ ഒരു മകനും അച്ഛൻ്റെ ഇങ്ങനെ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ വീട്ടിലെ പ്രിയപ്പെട്ട ആളുകളുടെ വിയോഗത്തിൻ്റെ ചടങ്ങിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ.